ക്ഷമിക്കണം, ഞാൻ വിട്ടുപോയ കുറച്ച് ആളുകൾ കൂടി വേദിയിൽ ഇരിക്കുന്നുണ്ട്. അതായത് ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ജാഫർ സാറെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ മാനേജർ സാർ ബഷീർ വെങ്കട്ട് സാർ വന്നിട്ടുണ്ട്, അദ്ദേഹത്തെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ആരെങ്കിലും വിട്ടുപോയതിനെ ക്ഷമിക്കണം. വേദിയിലിരിക്കുന്ന എല്ലാ ബഹുമാന്യരെയും ഞാൻ വളരെ സ്നേഹത്തോടെ ആദരവോടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി PTA പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. മാന്യ സദസ്സിന് വിനീതമായ നമസ്കാരം. ഈ മഹത്തായ പരിപാടിയുടെ സ്വാഗത പ്രാസംഗിക ബഹുമാനിയായ ശ്രീമതി രാധിക ടീച്ചർ, ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്ന ശ്രീ മങ്കട BPC ശ്രീ ബിജു മാസ്റ്റർ, ഈ പരിപാടിയിലേക്ക് മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ള സിംഗറും കലാകാരനും കൂടിയായിട്ടുള്ള നിഷാദ് മെച്ചേരി, ഈ പരിപാടിയിൽ സമ്മാനദാനം നിർവഹിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരാമെന്ന് ഞങ്ങളോട് പറഞ്ഞൊരു ഹോസ്പിറ്റൽ കേസുമായി എത്താൻ കഴിയാതെ വന്ന മക്കരപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ സീതപുത്തങ്ങൾ, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ആശംസ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള പ്രിയ സുഹൃത്തും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ അക്രം ചുണ്ടയിൽ, മക്കരപ്പറമ്പ് MALP സ്കൂളിൻ്റെ മാനേജർ ബഹുമാന്യനായ ശ്രീ വെങ്കിട്ട ബഷീർ സാഹിബ്, അതുപോലെ തന്നെ MTA പ്രസിഡന്റ് ശ്രീമതി കവിത, ഈ പരിപാടിയിൽ നന്ദി പ്രകാശിപ്പിക്കുന്ന ബഹുമാന്യനായ അധ്യാപകൻ ശ്രീ ഹബീബ് മാസ്റ്റർ, അതുപോലെ തന്നെ വേദിയിൽ ഉപസ്ഥിതരായിട്ടുള്ള ഈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ജാഫർ കർമൻ, മറ്റു PTA ഭാരവാഹികൾ, മുൻ PTA ഭാരവാഹികൾ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, ഈ വിദ്യാലയത്തിനെ കുറിച്ച് പറയുമ്പോൾ 120 കൊല്ലക്കാലം അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട്, അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നുകർന്നു കൊടുത്തുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഐതിഹാസികമായ ചരിത്രങ്ങളും, ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും അതിന്റെ ചരിത്ര യാഥാർത്ഥ്യങ്ങളൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ട് ഒരു ചരിത്ര സ്മാരകമായി നിലനിന്ന 120 കൊല്ലക്കാലമായി അറിവിന്റെ മുത്തശ്ശിയായി നിലകൊണ്ട ഈ മക്കരപ്പുറം ഗവൺമെന്റ് LP സ്കൂളിന്റെ മഹത്തായ 120ാമത് വാർഷിക പരിപാടിയിലാണ് ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും PTA പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എത്തിയിട്ടുള്ള എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ശ്രീ ബിജു മാസ്റ്റർ അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും വിനീതമായ നന്ദി, നമസ്കാരം, ജയ്. നമ്മുടെ സ്കൂളിൻ്റെ 120ാമത് വാർഷിക പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്ന എൻ്റെ സുഹൃത്തായ ശ്രീ ജാഫർ കുഴിയങ്ങൽ, നമ്മുടെ പരിപാടിയുടെ മുഖ്യ അതിഥിയായ പാട്ടുകാരൻ നിഷേധ് മേച്ചേരി, നമ്മുടെ സ്കൂളിൻ്റെ മാനേജറായ ബഷീറക്ക, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ മാന്യ വ്യക്തിത്വങ്ങൾ, പ്രധാന അധ്യാപിക രാധിക ടീച്ചർ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, കുരുന്നു
പ്രതിഭകളെ, നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങളുടെ കാലമാണ്. അമ്പലങ്ങളിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങളിലും വലിയ ആഘോഷത്തോടു കൂടി വാർഷികം കൊണ്ടാടുകയാണ്. ഇവിടെ മക്കരപ്പറമ്പ് പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക കേന്ദ്രമായ മക്കരപ്പറമ്പ് LP സ്കൂളിലെ വാർഷികവും വളരെ വലിയ പങ്കാളിത്തത്തോടു കൂടി നടക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരവും അഭിമാനകരവുമാണ്. നോക്കൂ, 120 വർഷം ഒരു വിദ്യാലയം പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ നിസ്സാരമായൊരു കാര്യമല്ല. ഈ 120 വർഷം കൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അറിവിന്റെ വെളിച്ചം പകർന്നുകൊണ്ട് ഈ സ്കൂളിന്റെ അങ്കണത്തിലൂടെ കടന്നുപോയിട്ടുള്ളത്. നമ്മൾ ഈ മക്കരപ്പറമ്പ് പ്രദേശത്തിന്റെ എല്ലാ വലിയ വ്യക്തിത്വങ്ങളെയും എല്ലാ പൗരപ്രമുഖന്മാരെയും പരിശോധിക്കുമ്പോൾ അവരുടെ എല്ലാം വിദ്യാഭ്യാസത്തിന്റെ ചുവട് വെച്ചിട്ടുള്ളത് ഈ LP സ്കൂളിൽ നിന്നാണെന്ന് കാണാൻ കഴിയും. ഈ 120ാം വാർഷികാഘോഷവും കുട്ടികളുടെ വിവിധങ്ങളായ പരിപാടികളാൽ സമ്പന്നമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ദിവസത്തെ ഇന്ന് 6 മണിക്ക് തുടങ്ങിയതാണ് നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ. രാധിക ടീച്ചറോട് ചോദിച്ചപ്പോൾ അത് 1 മണിവരെ നീളുന്ന കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളാൽ സമ്പന്നമാവാൻ പോവുകയാണ് നമ്മുടെ വാർഷികാഘോഷം. ഈ ദിവസത്തെ ഈ കുട്ടികളുടെ പരിപാടി കണ്ടാൽ മാത്രം മതി ഈ കഴിഞ്ഞ വർഷം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ സ്കൂളും ഈ സ്കൂളിലെ അധ്യാപകരും എത്രത്തോളം നമ്മളുടെ കുട്ടികളുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളത്. കാരണം നമ്മളൊക്കെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുക. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലുള്ള വലിയ പരിപാടികൾ നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ വളരെ വിരലെണ്ണാവുന്ന കുട്ടികൾ മാത്രമല്ലേ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളൂ. ഇപ്പൊ നോക്കൂ, ഒരു വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അവർ കഥ പറയുകയും പാട്ടുപാടുകയും ഡാൻസ് കളിക്കുകയും പ്രസംഗിക്കുകയും അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സർഗാത്മകമായ കഴിവുകൾ തെളിയിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ കുട്ടികളെ വിവിധങ്ങളായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകാൻ ഈ സ്കൂളിലെ അധ്യാപകർക്ക് കഴിയുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ആഘോഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ വാർഷികം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ വർഷം ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു പൊതുവിദ്യാലയത്തിൽ, ആ വിദ്യാലയത്തിന്റെ പേര് കൊടകര ഗവൺമെന്റ് LP സ്കൂൾ എന്നാണ്. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ആ സ്കൂളിൽ 3ാം ക്ലാസ്സിൽ മലയാള വിഷയത്തിൽ ഒരു പാഠം പഠിക്കാനുണ്ട്. ഒരു ചെറിയ കഥയാണ്. ആ പാഠത്തിന്റെ പേര് പൂമ്പാറ്റുമ്മ എന്നാണ്. 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ ആ പാഠം കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ അങ്ങനെയാണല്ലോ, കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കളും കുട്ടികളുടെ കൂടെ പഠിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ 3ാം ക്ലാസ്സിലെ മലയാളം പാഠമാണ് പൂമ്പാറ്റുമ്മ. ആ കഥ 3ാം ക്ലാസ്സിൽ ഈ കൊടകര സ്കൂളിൽ ആ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ അതേ ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ പേര് നെയ് സിത്താര എന്നാണ്. ആ കുട്ടിയുടെ ടീച്ചർ ഈ പാഠം പഠിപ്പിക്കുമ്പോൾ ആ കുട്ടിക്ക് അതിയായ സന്തോഷമാണ്, ഒരു അഭിമാനമാണ്. കാരണം
3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടി എഴുതിയ കഥയാണ് ആ കുട്ടിക്ക് ആ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ കുട്ടിയുടെ പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട സുട്ടുവിന്റെ കഥകൾ എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ 3-ാം ക്ലാസ്സിലെ കുട്ടികളും പഠിക്കുന്ന ഒരു പാഠം. 2-ാം ക്ലാസ്സിൽ ആ കുട്ടി പഠിക്കുമ്പോൾ ആ കുട്ടിയുടെ ഡയറിയിൽ ആ കുട്ടി എഴുതി വെച്ച കഥകൾ, വിവിധ ദിവസങ്ങളിലായി കോറിയിട്ട കഥകൾ ആ കുട്ടിയുടെ അമ്മ ശേഖരിക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിന്റെ പേരാണ് സുട്ടുവിന്റെ കഥകൾ. ആ കഥാസമാഹാരത്തിലെ ഒരു കഥ തിരഞ്ഞെടുത്ത് നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുക. ഞാൻ ഉദാഹരണം പറയാൻ എന്താ കാരണം, നമ്മുടെ കുട്ടികൾ അത്രയും വളർന്നു കഴിഞ്ഞു. 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ തന്നെ അവരുടെ സർഗശേഷി, അത് ചിത്രം വരയ്ക്കാനാണെങ്കിലും പാട്ട് പാടാനാണെങ്കിലും ഡാൻസ് കളിക്കാനാണെങ്കിലും കഥ പറയാനാണെങ്കിലും കഥ എഴുതാനാണെങ്കിലും വിവിധങ്ങളായ അവരുടെ സർഗാത്മക കഴിവുകളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പഠന പ്രവർത്തനം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നടക്കുന്നു. അപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്ന ഉമ്മമാരും അമ്മമാരും ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടികൾക്ക് സംയുക്ത ഡയറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എല്ലാ ദിവസവും ആ കുട്ടികൾ ആ ഡയറിയിൽ എഴുതുന്നുണ്ട്. ആ എഴുതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ശ്രദ്ധേയമായ ചില ഭാവനകൾ, ആ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അധ്യാപകരോട് പറയുക. ആ കുട്ടികളുടെ എല്ലാ സർഗാത്മക കഴിവുകളെയും വികസിപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു പഠന സാഹചര്യം നമ്മുടെ സ്കൂളിലുണ്ട്. ഞാൻ നമ്മുടെ സ്കൂളിലേക്ക് വരികയാണ്. നമ്മുടെ മങ്കട സബ് ജില്ലയിൽ അക്കാദമിക പ്രവർത്തനങ്ങളിലും അക്കാദമിക ഇതര പ്രവർത്തനങ്ങളിലും ഏറ്റവും മികവ് തെളിയിക്കുന്ന സ്കൂളുകളുടെ ലിസ്റ്റിൽ തീർച്ചയായും നമ്മുടെ സ്കൂളുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും BRC പോലുള്ള ഏജൻസികളും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന വിവിധങ്ങളായ പദ്ധതികളുണ്ട്. നമുക്കറിയാലോ, നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു. അവധിക്കാലത്ത് നമ്മുടെ അധ്യാപകർക്ക് 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനങ്ങൾ നൽകുന്നു. ഓരോ ടേമിലും നമ്മുടെ അധ്യാപകർക്ക് ക്ലസ്റ്റർ പരിശീലനങ്ങൾ നൽകുന്നു. അങ്ങനെ വിവിധങ്ങളായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതികളെല്ലാം വളരെ ഗൗരവമായിട്ട് എടുക്കുകയും അതിന്റെ പൂർണ്ണതയിൽ അതിന്റെ ഗുണം മുഴുവൻ നമ്മുടെ കുട്ടികൾക്ക് കിട്ടണമെന്ന വാശിയോടുകൂടി ആത്മസമർപ്പണം നടത്തുന്ന ഒരു അധ്യാപക സമൂഹമാണ് ഈ സ്കൂളിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ആ അധ്യാപകരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു PTA-യും ഈ സ്കൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. മാത്രമല്ല, ആ സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലും മറ്റ് സൗകര്യങ്ങളുടെ കാര്യത്തിലും ആ സ്കൂളിന്റെ കൂടെ നിൽക്കുന്ന ഒരു മാനേജറും ആ മാനേജ്മെന്റ് സമൂഹവും ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മ ഈ സ്കൂളിന്റെ കരുത്താണ്. നമ്മളെ ഈ നാടിന്റെ വെളിച്ചമായി, നമ്മളെ ഈ നാടിന്റെ നന്മയായി ആ സ്കൂളിനെ നമുക്ക് ഇനിയും വളർത്തിക്കൊണ്ട് പോരേണ്ടതുണ്ട്. കാരണം ഒരു നാടിനെ സംബന്ധിച്ച് അതിന്റെ പൊതുവിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, മതജാതി വ്യത്യാസമില്ലാതെ, പാവപ്പെട്ടവരോ പണക്കാരനോ എന്ന വ്യത്യാസമില്ലാതെ ഒരു നാടിനെ മുഴുവൻ ഒരുമിപ്പിക്കുന്ന സാംസ്കാരിക കേന്ദ്രമാണ് വിദ്യാലയങ്ങൾ. നമ്മളതാ മനസ്സിലാക്കേണ്ടത്. മറ്റ് നമ്മുടെ നാട്ടിലെ ഒരു സ്ഥാപനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു ഐക്യം നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ പൊതുവിദ്യാലയം. സാധാരണ നമ്മൾ പറയും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മളെ തൊട്ടടുത്ത് നമുക്ക് എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വലിയൊരു ഒരു മതിപ്പുണ്ടാവില്ല. പക്ഷേ ഈ മുല്ലയ്ക്ക് നല്ല സുഗന്ധമുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്കൂളാണ്. നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഏറ്റവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്ന പഠന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു വിദ്യാലയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്കൂളിനെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞ അർത്ഥം നമ്മുടെ കുട്ടികളെ
ആ സ്കൂളിൽ ചേർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന വർഷങ്ങളിൽ നമ്മുടെ സബ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള, ഏറ്റവും മികച്ച അക്കാദമിക പ്രവർത്തനം നടക്കുന്ന സ്കൂളായി നമുക്കിതിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ രക്ഷിതാക്കളുടെയും ഈ നാട്ടിലെ പൗരപ്രമുഖന്മാരുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുരുന്നുകൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ വാർഷികാഘോഷം 120ാമത് വാർഷികാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ചെറിയ മക്കളുടെ കുറേ കലാപരിപാടികൾ നടക്കാനുള്ളത് കൊണ്ട് ചുരുങ്ങിയ വാക്കുകൾ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അക്രം ചുണ്ടലിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ഏറ്റവും ബഹുമാനപ്പെട്ട ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ജാഫർ കുഴിയങ്കൽ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രിയങ്കരനായ ബിജു മാസ്റ്റർ, മറ്റ് വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, നല്ലവരായ രക്ഷിതാക്കളെ, അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഒരു സുദീർഘമായ ആശംസാ പ്രസംഗത്തിൻ്റെ സമയമല്ല എന്നുള്ള ഉത്തമമായ ഒരു ബോധ്യമുണ്ട്. നിങ്ങളെല്ലാവരും കാത്തു നിൽക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ദീർഘനേരത്തെ ഒരു പ്രസംഗം കേൾക്കാനുള്ള മൂഡിലല്ല എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. എന്നിരുന്നാലും ഒറ്റ കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മക്കരപ്പറമ്പ് MLP സ്കൂളിൻ്റെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഇപ്പം ഞാനടക്കമുള്ള ആളുകൾ പഠിച്ച ഒരു വിദ്യാലയം എന്നുള്ള നിലയ്ക്ക് ഈ പ്രോഗ്രാമിൽ ഒരു ആശംസ പറയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും അതിലേറെ അഭിമാനത്തോടു കൂടിയിട്ടാണ് നിങ്ങൾ മുമ്പിൽ നിൽക്കുന്നത്. വിദ്യാർത്ഥികളായ നിങ്ങൾക്കും എനിക്കൊക്കെ അറിവിൻ്റെ ഈ ആദ്യാക്ഷരം കുറിച്ച് തന്ന ഈ വിദ്യാലയത്തിനകത്ത് അതിൻ്റെ ഒരു 120ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് പങ്കെടുക്കുക എന്നുള്ളത് തന്നെ വളരെ അഭിമാനമായി തോന്നുന്നു. തീർച്ചയായിട്ടും 1988-89 ഇവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ആ കാലഘട്ടത്തിലെ അധ്യാപകരെയും അന്നത്തെ വിദ്യാർത്ഥികളൊക്കെ ഓർമ്മ വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. എനിക്ക് ഒരു കാര്യം മാത്രമേ ഇവിടുത്തെ വിദ്യാർത്ഥികളോട് പറയാനുള്ളൂ. ഈ പുതിയ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഒരൊറ്റ നിർദ്ദേശം മാത്രം വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, വിദ്യാർത്ഥികളുടെ അനുസരണ ശീലമുള്ള മക്കളായി മാറിക്കൊണ്ട്, പ്രത്യേകിച്ച് പറയുന്ന അങ്ങനെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ചെറുപ്രായത്തിൽ നിങ്ങളുടെ ഈ അധ്യാപകരും ഇവിടുത്തെ രക്ഷിതാക്കളൊക്കെ നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ അത് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയാണ്. ഭാവിയിൽ നിങ്ങൾ നല്ല ഒരു മക്കളായി മാറാനും അതോടൊപ്പം തന്നെ ഈ നാടിനും നാട്ടുകാർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഈ സമൂഹത്തിന് ഉതകുന്ന തരത്തിലുള്ള വിദ്യാർത്ഥികളായി മാറി സമൂഹത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വിദ്യാർത്ഥികളായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല ശീലമുള്ള മക്കളായി മാറുക എന്ന ഒരു നിർദ്ദേശം മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ വെക്കാനുള്ളത്. നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടുകൂടെ കാത്തു നിൽക്കുന്ന, പ്രത്യേകിച്ച് നിഷാദ് മേച്ചേരി, സിംഗറും ആർട്ടിസ്റ്റും അടങ്ങുന്ന ആളുകളുടെയൊക്കെ കലാ പ്രോഗ്രാമുകൾ ഉൾപ്പെടെ ഇവിടെ പ്രതീക്ഷയോട് കാത്തു നിൽക്കുന്ന സമയത്ത് സുദീർഘമായ ആശംസാ പ്രസംഗം പ്രസംഗിക്കുന്നില്ല. ഈ പ്രൗഢഗംഭീരമായ 120ാം വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ഇന്നിവിടെ 2 വാക്ക് സംസാരിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ കർമ്മനിരതനായ മാനേജർ ശ്രീ വെങ്കിട്ട ബഷീർ സർ അവരെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. യോഗാധ്യക്ഷൻ മക്കരപ്പറമ്പ് MALPSൻ്റെ PTA പ്രസിഡന്റ്, എൻ്റെ സുഹൃത്ത് ശ്രീ ജാഫർ,
മറ്റ് വേദിയിലും സദസ്സിനുമുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, കലാകാരികളെ, കലാകാരന്മാരെ, എൻ്റെ പിഞ്ചു മക്കളെ, ഇവിടെ ഒരു സുദീർഘമായ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. ഞാനും നിങ്ങളെല്ലാവരും കുട്ടികളുടെ കലാപരിപാടി കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നിരുന്നാൽ ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ പറഞ്ഞുകൊണ്ട്, കഴിഞ്ഞ വർഷം നമ്മളൊരു ഗംഭീര പരിപാടി നടത്തി. അന്ന് ഞാൻ നിങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് പല മോഹന വാഗ്ദാനങ്ങളും നൽകിയിരുന്നു, മാനേജർ എന്ന നിലയിൽ. അത് നിയമത്തിൻ്റെ നൂലാമാലകളിൽ പെട്ടുകൊണ്ട് നമ്മൾക്ക് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരു വാർത്ത കൂടി ഞാൻ നിങ്ങളെല്ലാവരെയും, രക്ഷിതാക്കളെ എല്ലാവരെയും അറിയിക്കുകയാണ്. അതുകൊണ്ട് ദൈവസഹായം കൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ തന്നെയാണ്. അതിൻ്റെ കടലാസുകളൊക്കെ ശരിയായതിനു ശേഷം മറ്റുള്ള വർക്കുകളൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. ഇത് വിദ്യാഭ്യാസ സ്ഥാപനമാണ്, മറ്റുള്ള സ്ഥാപനങ്ങൾ പോലെയല്ല. എന്നേക്കാൾ കൂടുതൽ അറിയുന്ന രക്ഷിതാക്കളാണ് ഇവിടെയുള്ള എല്ലാവരും. അപ്പോൾ ഞാൻ നിങ്ങളോട് അതിൻ്റെ ഒരു ഖേദം പ്രകടിപ്പിക്കുകയാണ്. ദൈവസഹായം ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളോട് പറഞ്ഞ ആ വാഗ്ദാനം നിറവേറ്റും. ദൈവം തമ്പുരാൻ്റെ സഹായമുണ്ടെങ്കിൽ അത് നിറവേറ്റി തരും എന്നും കൂടി ഞാൻ നിങ്ങളോട് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. അടുത്ത ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി മക്കരപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ ജാഫർ കർമൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ മഹത്തായ സംഗമത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സുഹൃത്ത് ജാഫർ കുളിയങ്ങൽ, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീമതി രാധിക ടീച്ചർ, ഈ മഹത്തായ സംഗമം ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബിജു മാഷ്, ഇവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച പ്രിയ സുഹൃത്ത് അക്രം ചുണ്ടൽ, പ്രിയപ്പെട്ട വെങ്കിട്ട ബഷീർ അവറുകൾ, വേദിയിലിരിക്കുന്ന സമുന്നതരായ നേതാക്കളെ, സഹോദരങ്ങളെ, എന്നെ ശ്രമിക്കുന്ന സഹോദരന്മാർ, വിദ്യാർത്ഥിനികളെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. നേരത്തെ അക്രം ചുണ്ടയിൽ പറഞ്ഞതുപോലെ 1983 മുതൽ 86 വരെ മക്കരപ്പറമ്പ് LP സ്കൂളിൽ പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഇന്ന് ഈ സ്കൂളിൻ്റെ 120ാമത് വാർഷികം മക്കരപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ച് നടത്തുമ്പോൾ ഈ സ്കൂളിൻ്റെ ഒരു PTA പ്രസിഡൻ്റായി നിൽക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഏറെ അഭിമാനമുണ്ട്, ഏറെ സന്തോഷമുണ്ട്. അത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. നിങ്ങളൊക്കെ ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നത് നമ്മുടെ വിശിഷ്ട അതിഥിയുടെ കലാപരിപാടികൾ, അതല്ലെങ്കിൽ ഗാനങ്ങൾ, നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളൊക്കെയാണ് നിങ്ങൾ വീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു 120ാമത് വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി നിങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ അടിപൊളി ഗാനങ്ങളുമായി നമ്മളെ പ്രസിദ്ധിക്കാനെത്തിയിട്ടുള്ള നിഷാദ് മേച്ചേരി, സിംഗറും ആർട്ടിസ്റ്റ് കൂടിയായിട്ടുള്ള നിഷാദ് മേച്ചേരിയെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളൂ.